ഹായ് ഗൈസ്, ഇന്ന് സൺഡേ 4th മെയ്. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇത് കണ്ടോ, ഒരു പാർക്കിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങാനേ മടിയായിരുന്നു, ഫുൾ തണുത്തിട്ട്. പിന്നെ ഞാൻ വിചാരിച്ച് പുറത്തിറങ്ങാം, റൂമിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളും ബാക്കി സംഭവങ്ങളും ഒക്കെ കാണിക്കാം. പിന്നെ കുറച്ച് നിങ്ങളോട് സംസാരിക്കാം. പിന്നെ ഒരു മെയിൻ തിങ് ഉണ്ട്, ഞാനിന്ന് തുടരും കാണാൻ പോകുന്നു. ഇവിടെ തുടരും റിലീസായി. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ തുടരും കാണാൻ പോകും. അപ്പോൾ അതിൻ്റെ എന്തായാലും വീഡിയോ എടുക്കും. അപ്പോൾ ലാലേട്ടൻ ഞാൻ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഏറ്റവും മിസ്സായ സംഭവം ആ ഒരു മൂവിയാണ്. അതും എക്സലൻറ്റ് റെസ്പോൺസും വന്ന് ഫസ്റ്റ് ഷോ കാണേണ്ട പടമായിരുന്നു, മിസ്സായി. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടിട്ട് എന്തായാലും അതിനെക്കുറിച്ച് വീഡിയോ ഇടാം. ഞാനിപ്പോൾ ഓൾഡ് ടൗണിൽ പോയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ഫെമിലിയർ പാട്ട് കേൾക്കുന്നു. ഇങ്ങനെ മറ്റേ ഹരേ കൃഷ്ണ ആ ഒരു ഭജനില്ലേ, ആ ഭജൻ കേൾക്കുന്നു. ഞാനത് ഫോളോ ചെയ്ത് പോയപ്പോൾ കുറേ ഫോറിനേഴ്സ് മറ്റേ ചെണ്ടയും ആ സാധനമൊക്കെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് അവർ ഭജൻ പാടുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് പ്രസാദം തന്ന്, എന്നിട്ട് ഞാൻ അത് കഴിച്ച്, എന്നിട്ട് എന്നോട് ചോദിച്ചു ഭഗവത്ഗീത വേണമെന്ന്. ഞാൻ പറഞ്ഞു വീട്ടിലിരിപ്പുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞ് ബാ നമ്മുടെ കൂടെ പാടുന്നു. ഞാൻ എന്നിട്ട് അവരുടെ കൂടെ പാടി. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളത് കണ്ടില്ലേ? അതിനുശേഷം ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. സംഭവം ഞാൻ ഇന്ന് ഓൾഡ് ടൗണിൽ പോകാൻ കാരണമെന്ന് തന്നെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ഞാനിവിടെ ആദ്യം വന്ന ദിവസം എന്നെ ഇവിടെ വിളിക്കാൻ വന്ന ആ പുള്ളിയില്ലേ, ആ പുള്ളി ഇന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ രാവിലെ അവിടെ വരാൻ പറഞ്ഞായിരുന്നു. ഞാനവിടെ ചെന്നപ്പോഴത്തേന് ആ പുള്ളീൻ്റെ ഫ്രണ്ടും കൂടെ വേറൊരു സ്ഥലത്തോട്ട് പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു സോറി, ഇങ്ങനെ പെട്ടെന്ന് പ്ലാനായി പോവുക. അപ്പോൾ ഞാൻ രാവിലെ ഈ തണുപ്പത്ത് ഇന്ന് 13 ഡിഗ്രി മഴയുണ്ടായിരുന്നു. ഞാൻ റെഡിയായി പുറത്തിറങ്ങി അവരെ മീറ്റാകാൻ വേണ്ടി വന്നപ്പോൾ അവർ ഡിച്ച് ചെയ്തു. ഗൈസ്, പോട്ടെ, സാരമില്ല, രാത്രി തുടരും കാണുമ്പോൾ സെറ്റാവും. അപ്പോൾ അത് പോട്ടെ. പക്ഷെ ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് എന്തായാലും ഞാൻ വീട്ടിൽ പോകുന്നില്ല, കുറച്ച് നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് എനിക്ക് ഈ സാധനം കാണാൻ പറ്റി. ഇപ്പം ഞാൻ തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുക ഡോർമിലോട്ട്. എന്തായാലും അങ്ങനെ പോയി. ഇനി തുടരും കണ്ടിട്ട് അതിൻ്റെ റെസ്പോൺസ്. സോറി, മറ്റേ ആ ഭജൻ കാണിച്ച വീഡിയോയിൽ സൗണ്ട് ഇല്ലാതായിപ്പോയി. റീസൺ എന്ന് വെച്ചാൽ, ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ കോളിലായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടിങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവരെനിക്ക് പ്രസാദം തന്നു. എന്നിട്ട് ഇങ്ങനെ പാടാൻ പറഞ്ഞു എന്നോട്. മറ്റേ ഡ്രം അടിക്കുമോ, ഡ്രമ്മല്ലല്ലോ, മറ്റേ സാധനം എന്താണ്, മറ്റേ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് രണ്ട് സൈഡ് ആ സാധനം, അത് അടിക്കുമോ, ഈ മറ്റേ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആകുന്ന സാധനമില്ലേ, പേരറിയില്ല. അപ്പോൾ ആ സാധനം അടിക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞ് ബാ പാടാന്ന്. അപ്പോൾ അവർ ലിറിക്സ് ഇങ്ങനെ പറയും, ഞാനത് അവരുടെ കൂടെ പറയും. അങ്ങനെ ആയിരുന്നു. അപ്പോൾ പക്ഷേ ആ സൗണ്ട് എന്നാലും ഇല്ലാത്തത് വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പോട്ടെ. ഞാനിപ്പോൾ ഡോമിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ക്ലോക്ക് നോക്കിയിരിക്കുകയാണ്. ഈ പടം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇപ്പോൾ 6:53 8:50 ഷോ. ഞാൻ മിക്കവാറും നേരത്തെ പോകേണ്ടി വരും. മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ആൻഡ് അതിൽ ലാലേട്ടൻ മൂവീസ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോകുമ്പോൾ ഗൈസ്, ഞാൻ തുടരും കാണാൻ ഇറങ്ങി. ഡോമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഡോമിൽ നിന്നൊരു 1.8 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. ഹായ് ഗൈസ്, ഞാൻ തുടരും കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോഡ് സൈഡിൽ ഇതേ ഈ സാധനം കണ്ടത്, മറ്റേ ഡാൻഡലിൻസ് ആ സാധനമാണോ ഇത്. അപ്പോൾ ഇതിങ്ങനെ ഊതുമ്പോൾ
പറന്നു പോകും. നല്ല രസമാണ് കാണാൻ. അത് ശരി. നൈസല്ലേ? ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഗൈസ്, ഇതാണ് സിനിമ സിറ്റി. ഇവിടെയാണ് മൂവി സ്ക്രീനിങ് ഉള്ളത്. അപ്പോൾ നടക്കുന്നതൊരു നല്ല ഓപ്ഷൻ അല്ലായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി എന്തായാലും അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ സിനിമ സിറ്റി ഇവിടുത്തെ തിയേറ്ററിൻ്റെ മുമ്പിൽ വന്നു. ഇപ്പോൾ 8:15 8:50 ഷോ. ഇതാ ഇതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഗൈസ്, മേളിലെത്തി. ഇതാണ് ഇവിടുത്തെ സിനിമ തിയേറ്റർ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ സിനിമേൻ്റെ പോസ്റ്ററും അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഇവിടെ കണ്ടത് ഓരോ സ്ക്രീനിനും ഇതേപോലെ നമ്പർ ഇട്ടിട്ടുണ്ട്. സോ 17 വരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ 17 സ്ക്രീൻ കാണും. നമ്മുടെ 14ാമത്തെ സ്ക്രീനിലാണ്. അവിടെ ഇപ്പോൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാം. ആൻഡ് ഇവിടെ ഭയങ്കര വിശാലമാണ്. ഓരോ സ്ഥലത്തും ഇതേപോലെ ഇങ്ങനെ സോഫ ഇട്ടിട്ടുണ്ട്. അടിപൊളി സെറ്റപ്പ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗൈസ്, ഇവിടെ 8:50 എന്തായാലും ഷോ തുടങ്ങാൻ പോകുന്നില്ല. ഇപ്പോൾ ക്ലീനിങ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. പിന്നെ സർപ്രൈസിംഗ്ലി ഒരാളെ പോലും കാണുന്നില്ല ഇവിടെ. ഇനി ഇവിടെ തന്നെ ആണോ? ആരും കാണുന്നില്ല. മലയാളീസോ ഇന്ത്യക്കാരോ ആരും കാണുന്നില്ല. ഷോയ്ക്ക് വന്നത് ഞാൻ മാത്രമാണോ? ലിറ്ററലി ഞാൻ ഇപ്പോൾ തിരിച്ച് കാണിച്ചു തരാം. മൊത്തത്തിൽ എംപ്റ്റി. ബട്ട് ആംബിയൻസ് എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ മോനെ, ഇതാണ് തിയേറ്റർ. ഏതാ വൈബ്. നാട്ടിലുള്ളത് അപ്സരയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന് ശേഷം ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, മൊത്തം കാലി, എല്ലാം കാലി. എൻ്റെ ഇവിടെ ഇങ്ങനെ ഓരോ ഫിലിമിൻ്റെ പോസ്റ്റർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. I przypływem adrenaliny. Taki jesteś. ഗൈസ്, തുടരും കണ്ടിറങ്ങി. എൻ്റെ മോനെ, ഏതാ പടം. ഇതാണ് പടം. ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പോൾ സ്റ്റിൽ പടം കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് എന്നിട്ട് നോക്കൂ, കണ്ണ് സ്റ്റിൽ വെറ്റാണ്. എല്ലാ മോഹൻലാൽ ഫാൻസും ആഗ്രഹിച്ച ഒരു പടം അതാണിത്. തരുൺമൂർത്തി എന്താണ് ഇത്ര അടിപൊളി സ്ക്രിപ്റ്റ്, ഏതാ മേക്കിങ്, ഡയറക്ഷൻ, മ്യൂസിക്, എല്ലാം കൊണ്ടും കിടിലം പടം. ഒന്നും പറയാനില്ല. മൈന്യൂട്ട് കാര്യങ്ങൾ വരെ. മറ്റേ ആ ലാലേട്ടനും മറ്റേ ആ എന്ത് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, ആ വില്ലൻ, അവർ രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് വരുമ്പോൾ അവിടെ കൊടുക്കുന്ന സ്കോറിൽ ആ ആനിമൽ സൗണ്ട്സും അത്ര മൈന്യൂട്ട് കാര്യത്തിൽ വരെ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ജേക്സ് ബിജോയ് ജസ്റ്റ് കത്തിച്ച് സ്ക്രീന്. ആൻഡ് ലാലേട്ടൻ, പറയണോ, എത്ര നാളെ ഇങ്ങനെ കണ്ടിട്ട്. ആ ഒരു
ജസ്റ്റ് ഒരു സെക്കൻഡ് ഒരു സാധനം വന്ന് പോകുന്നുണ്ട്. അത് മാത്രം മതി പടം ലൈക്ക് ഇതാവാൻ വേണ്ടി. അതും വേണ്ട, ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ലൈക്ക് ഒരു സാധനമുണ്ട്, അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന ഇതുണ്ട്. എല്ലാം എന്തുകൊണ്ടും ഒരു കംപ്ലീറ്റ് ട്രീറ്റാണ്. ഇതൊരു 10 വട്ടം കാണാം പടം. ലൈക്ക് ഒന്നും പറയാനില്ല. ലൈക്ക് വേർത്ത് എന്ന് വെച്ചാൽ ഇതാണ് വേർത്ത്, ഇതാണ് പടം. 2 കൈ എടുക്കാൻ പറ്റുമെന്നെങ്കിൽ ഇപ്പോൾ കാണിച്ചു തന്നെ മറ്റേ ആബ്സല്യൂട്ട് സിനിമ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ റൂമിലെത്തി. മൂവിനെ കുറിച്ച് കുറേ പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ലൈക്ക് ലൈറ്റും ഇല്ല, ഞാൻ എത്തുകയും ചെയ്തു. ആൻഡ് ഞാൻ കുറേ മലയാളീസിനെ കണ്ടു ഗൈസ്, കുറേ കമ്പനിയായി. സോ ഈ മൂവിക്ക് പോകാനുള്ള സെക്കൻഡ് മെയിൻ റീസൺ അതാണ്. ഫസ്റ്റ് റീസൺ എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് റീസൺ ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ പടം മിസ്സാക്കാൻ പറ്റില്ല, അതുകൊണ്ട് പോയത്, ഹോണസ്റ്റായിട്ട് തന്നെ പറയാം. സെക്കൻഡ് തിങ്, എനിക്കറിയായിരുന്നു കുറേ മലയാളീസ് വരും, അപ്പോൾ ഇങ്ങനെ കണക്ഷൻസ് ആക്കാം എന്നുള്ള രീതിയിലാണ് പോയത്. അപ്പോൾ ഞാൻ എന്തായാലും ലൈറ്റ് ഉള്ളപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ഇന്നത്തെ പടം കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം. ആൻഡ് മേ ബി എനിക്ക് ജോബ് സെറ്റായി ഗൈസ്.